സത്യം പറയുകയാണെങ്കിൽ നമ്മൾ ഫ്ലിപ്കാർട്ട്, ആമസോൺ, മീഷോ വഴിയൊക്കെ നമ്മൾ ഇമിറ്റേഷൻ ജ്വല്ലറി ഐറ്റംസ് സെയിൽ ചെയ്യുന്നതിനേക്കാൾ നല്ലത് സോഷ്യൽ മീഡിയ വഴി വിൽക്കുന്നത് തന്നെയാണ് കേട്ടോ. കാരണം ആമസോൺ, മീഷോ, ഫ്ലിപ്കാർട്ടിലൊക്കെ ആണെങ്കിൽ ഇപ്പോൾ അവരുടെ റിട്ടേൺ പോളിസി ഉണ്ട്. അപ്പോൾ അവരുടെ റിട്ടേൺ പോളിസിക്ക് അനുസരിച്ച് ഇത്ര ഡേയ്സിനുള്ളിൽ ഒരു കസ്റ്റമറിന് പ്രോഡക്റ്റ് റിട്ടേൺ ആയിട്ട് അയക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഒരുപാട് ആളുകൾ പ്രോഡക്റ്റ് ഉപയോഗിച്ച ശേഷം റിട്ടേൺ ആയിട്ട് തരുന്നുണ്ട്. അപ്പോൾ അവർ ആ ഒരു പ്രോഡക്റ്റ് റിട്ടേൺ ചെയ്യുമ്പോൾ നമുക്ക് ഷിപ്പിംഗ് ചാർജ് അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ അവിടെ ലോസ് വരുന്നുണ്ട് അല്ലെ. അത് മാത്രമല്ല കേട്ടോ, ഇന്ന് പല ആളുകളും നമുക്ക് റിട്ടേൺ ആയിട്ട് അയക്കുന്നത് ഡാമേജ് ആക്കിയിട്ടാണ്. അത് മാത്രമല്ല, നമ്മൾ അങ്ങോട്ടേക്ക് അയച്ച പ്രോഡക്റ്റ് ആയിരിക്കില്ല ഇപ്പൊ മീഷോ വഴിയൊക്കെ ആണെങ്കിൽ നമുക്ക് റിട്ടേൺ ആയിട്ട് കിട്ടുന്നത്. അത്തരത്തിലുള്ള ഒരുപാട് പ്രോബ്ലംസ് ഇത്തരത്തിലുള്ള ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമിൽ ഉണ്ട്. അപ്പോൾ നിങ്ങളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഒരിക്കലും ആദ്യം തന്നെ ഞാൻ പറഞ്ഞത് ജ്വല്ലറിയുടെ കാര്യമാണ് കേട്ടോ. ഇപ്പൊ ഫുഡ് ഐറ്റംസ് ഒക്കെ ആണെങ്കിൽ ഇത്രയും ഒരു ഇഷ്യൂസ് വരുന്നില്ല. ഇപ്പോൾ ജ്വല്ലറി ഐറ്റംസ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾ ആദ്യം തന്നെ മീഷോ, ആമസോൺ, ഫ്ലിപ്കാർട്ട് നോക്കാതെ സോഷ്യൽ മീഡിയ വഴി ട്രൈ ചെയ്യുക. ഓക്കെ, സോഷ്യൽ മീഡിയ വഴി അത്യാവശ്യം സെയിലും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുക. എപ്പോഴും ഇത്തരത്തിലുള്ള ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ നമ്മളുടെ അഭിപ്രായം അനുസരിച്ച്, നമ്മളുടെ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് തീർച്ചയായിട്ടും സോഷ്യൽ മീഡിയ തന്നെയാണ്. സോഷ്യൽ മീഡിയയിലൂടെ വിൽക്കുമ്പോൾ നമുക്ക് തന്നെ നമ്മളുടെ റൂൾസ് ആൻഡ് കണ്ടീഷൻസ് സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഡാമേജ് ഐറ്റംസ് മാത്രമാണ് റിട്ടേൺ എടുക്കുകയുള്ളൂ, ഇത്ര ഡേയ്സിനുള്ളിൽ റിട്ടേൺ തരണം, അങ്ങനെയുള്ള റൂൾസ് ആൻഡ് കണ്ടീഷൻസ് നമുക്ക് തന്നെ സെറ്റ് ചെയ്യാം. ഓപ്പണിംഗ് വീഡിയോ നിർബന്ധമാണെന്നുള്ള രീതിയിൽ. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ എപ്പോഴും സോഷ്യൽ മീഡിയ ട്രൈ ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. ഇപ്പോൾ ആമസോൺ, മീഷോ, ഫ്ലിപ്കാർട്ടിലൊക്കെ ആണെങ്കിൽ നമുക്ക് റിട്ടേൺ ഒരുപാട് അധികമായിട്ട് വരുന്നുണ്ട്. മോർ പ്രോഫിറ്റബിൾ സോഷ്യൽ മീഡിയ തന്നെയാണ്.